ഇതാ വിചിത്രമായ ഒരു കാഴ്ച. എല്ലാവർക്കും നമസ്കാരം. വിശ്വാസവും ആചാരവുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് പോയാൽ കാണാവുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. സ്ഥലം പുട്ടപർത്തിയാണ്. പുട്ടപർത്തി സായിബാബയുമായി ബന്ധപ്പെട്ട ഭക്തസാധനങ്ങൾ വിൽക്കുന്ന കടയുടെ ഉള്ളിലൂടെയാണ് ഞങ്ങളിപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ നടന്ന് ഒരു പുഴയുടെ തീരത്തെത്തി. പുഴയുടെ തീരത്ത് നിന്ന് പുഴയും പരിസരങ്ങളെയും നോക്കിക്കാണുകയാണ്. വേനലായതുകൊണ്ട് പുഴയുടെ ജലനിരപ്പ് വളരെ താഴ്ന്നിരിക്കുന്നു. പുഴയ്ക്കക്കരെ കൃഷി ചെയ്തിരിക്കുന്ന മനോഹരമായ സ്ഥലങ്ങൾ കാണാം. ഇത് പുട്ടപർത്തിയുടെ ഒരു വെൽക്കം ബോർഡാണ്. പുഴയുടെ സമീപത്തുകൂടെ പണിതിരിക്കുന്ന നടപ്പതിലൂടെ പുഴയും പരിസരങ്ങളും ഒക്കെ കണ്ട് നടക്കുകയാണ്. അടുത്തിടെ മഴ പെയ്തുകൊണ്ട് പുഴയും പരിസരങ്ങളും പച്ചപ്പണിഞ്ഞ് വളരെ മനോഹരമായിരിക്കുന്നു. എങ്കിലും പുഴയിൽ വെള്ളമായില്ല. ഇതാ മനോഹരമൊരു കാഴ്ച. ഉണങ്ങി വരണ്ടിരിക്കുന്ന പുഴയുടെ ഒരു സൈഡിൽ ക്രിക്കറ്റ് കളിച്ചിരിക്കുന്ന കുട്ടികൾ. അതൊരു മനോഹരമായൊരു കാഴ്ചയാണ് ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നീണ്ടു മെലിഞ്ഞുണങ്ങിയ പുഴ. ആകാശം മേഘാവൃതമായി മഴ പെയ്യാനുള്ള സകല സാധ്യതയുമുണ്ട്. എങ്കിലും മനോഹരമാണ് ഈ സ്ഥലങ്ങൾ കാണാൻ. റോഡ് സൈഡിൽ പൂത്തു നിൽക്കുന്ന മനോഹരങ്ങളായ പൂക്കളും അങ്ങ് ദൂരെ മലനിരകളും അവയെ മൂടിക്കൊണ്ട് കാർമേഘം വന്ന് മൂടുന്നതും ഒക്കെ മനോഹരമായൊരു ദൃശ്യമാണ് ഈ സ്ഥലത്തിന് നൽകുന്നത്. മഴ വരുന്നതൊന്നും ശ്രദ്ധിക്കാതെ കുട്ടികൾ ക്രിക്കറ്റ് കളി തുടരുകയാണ് പുഴയുടെ തീരത്ത്. കാർമേഘം വന്ന് മൂടിയത് കൊണ്ടാവാം പ്രദേശത്തിൻ്റെ തെളിച്ചമെല്ലാം പോയി ഇരുണ്ട് തുടങ്ങി. ശക്തമായ ഒരു മഴയ്ക്കുള്ള സകല സാധ്യത കാണുന്നു. എങ്കിലും മനോഹരമാണ് ഈ കാഴ്ച. നീണ്ടു നിവർന്നു നടക്കുന്ന മനോഹരമായ ഒരു പുഴയും പരിസരങ്ങളും. ഇതൊക്കെയാണ് പുട്ടപർത്തിയിൽ ഉള്ള മനോഹരമായ ദൃശ്യങ്ങൾ. പുഴയോരത്തുള്ള ഈ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചു. കെട്ടിടങ്ങൾക്ക് ഇടയിൽ വളർന്നു നിൽക്കുന്ന കൽപ്പവൃക്ഷം ഒരു ഇടുങ്ങിയ തെരുവിലൂടെ മെയിൻ റോഡിലേക്ക് പ്രവേശിച്ചു. ഇത് പുട്ടപർത്തിയിലുള്ള സായിബാബയുടെ സ്പോർട്സ് അക്കാദമിയാണ്. മനോഹരമായൊരു നിർമ്മിതി. അങ്ങനെ ആദ്യം കിട്ടിയ ഓട്ടയിൽ മനോഹരമായി പരിപാലിച്ചു പോകുന്നു. പുട്ടപർത്തിയിലുള്ള സ്റ്റേറ്റ് ഹൈവേയിലൂടെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഡിവൈഡറിനുള്ളിൽ അലങ്കാര ചെടികളൊക്കെ നട്ട് മനോഹരമായിരിക്കുന്ന ഹൈവേ. മഴ പെയ്തുകൊണ്ട് എങ്ങും പച്ചപ്പ് ദൃശ്യമായി തുടങ്ങി. എങ്കിലും കാർമേഘമൊക്കെ നമുക്ക് കാണാം. വലിയൊരു മഴയ്ക്കുള്ള സകല സാധ്യത കാണുന്നതുകൊണ്ട് യാത്ര ഇപ്പോൾ ടൗണിൽ നിന്നും വളരെ ശാന്തമയുടെ സ്ഥലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. റോഡിന് ഇരുവശവും ചെറു മരങ്ങളൊക്കെ ഉള്ള ചെറിയ മനോഹരവും സുന്ദരമായ യാത്ര തുടങ്ങുന്നു. ഇതാണ് എൻ്റെ സഹയാത്ര. 2 മാസം മുമ്പ് വരെ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ ഏറെക്കുറെ ഹൈവേയുടെ പണി കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ഹൈവേയുടെ മൊത്തം പണി പൂർത്തിയാകാത്ത സ്ഥലത്തിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. വളരെ വിശാലമായി പരന്നു കിടക്കുന്ന കൃഷിഭൂമിയുടെ നടുവിലൂടെ നീണ്ടു നിവർത്തി കിടക്കുന്ന ബാംഗ്ലൂരുമായി ബന്ധിച്ച് കൊണ്ടുള്ള ഹൈവേയാണ് പുട്ടപർത്തി നിന്ന്. പുതുതായി നിർമ്മിച്ച ഹൈവേയിലൂടെ ഓട്ടോ ഡ്രൈവർ തൻ്റെ വാഹനം നല്ല സ്പീഡിലാണ് ഓടിക്കുന്നത്. ഇപ്പോൾ വീണ്ടും ഹൈവേയുടെ
പണി തുടർന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തെത്തി. ആ പോകുന്ന ബസ്സിനരികെ തൊട്ട് അടുത്ത് തന്നെയുള്ള ഫാക്ടറിയിൽ ജോലിക്ക് പോകുന്ന യാത്രക്കാരാണ്. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ് മനോഹരമായ സ്ഥലത്ത്. ഇപ്പോൾ ഞങ്ങൾ വീണ്ടും മനോഹരമായ സ്ഥലത്തെത്തി. സ്ഥലം പുട്ടപർത്തിയും പരിസര പ്രദേശങ്ങളുമായതുകൊണ്ടാണ് റോഡിന് ധാരാളം പുട്ടപർത്തി സാഹിബ് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നാണ് ഈ മനോഹരമായ ദൃശ്യം എൻ്റെ മുന്നിൽ വന്നത്. മഴ പെയ്യാൻ വേണ്ടി മേഘങ്ങൾ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ കാഴ്ച. ആ കാഴ്ച കണ്ടുകൊണ്ട് യാത്ര ചെയ്യുകയാണ്.